വെൽക്കം ടു വട്ടവട. വഴിയില് വണ്ടി പകുതി വഴിക്ക് സ്റ്റക്കായി പോയി. ഫ്രണ്ടിലെ ജീപ്പില് കെട്ടിയിട്ട് അവരാ താഴെ ജീപ്പ് കയറ്റിക്കൊണ്ട് വരിക. ചിലന്തിയാർ കേവ് എത്തിയിരിക്കുക. ഉള്ളിലേക്ക് കയറുവോ? അയ്യോ തല. ഇത് കുറച്ചധികം റിസ്ക് ഉണ്ട് കേട്ടോ. നമ്മൾ അയ്യോ മഞ്ഞുമേൽ ബോയ്സ് ഒക്കെ ഞാനേ കയറി ഇറങ്ങിയ ഒരു ഫീലിങ്. ഓ ക്രോസ് ചെയ്യാനായിട്ട് തെന്നാണ്ടൊക്കെ നോക്കി നല്ല ക്രിപ്പി ആയിട്ടുണ്ട്. ഇത് വേറെവിടെയാണോ പോരുന്നത്? സ്ട്രോബെറി നല്ല പഴുത്തിരിക്കുന്ന സ്ട്രോബെറി. മൂന്നാർ ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. ഇപ്പോൾ ഇത് നമ്മളിന്ന് സ്റ്റേ ചെയ്തത് എവർഗ്രീൻ ഹോം സ്റ്റേ വട്ടവടയിലാണ്. അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ സൂപ്പറായിരുന്നു. നല്ല വ്യൂ പോയിന്റ്, നല്ല ഹിൽസും എല്ലാം കണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ്. ഇവിടെ തന്നെ അവിടെ പുറത്തിരുന്ന് കഴിക്കാനുള്ളത്, ഇവിടെ തന്നെ ഫുഡ് അറേഞ്ച് ചെയ്യാൻ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുതരും. അപ്പം എല്ലാം കൊണ്ടും നല്ല കംഫർട്ടബിൾ ആയിരുന്നു നമ്മുടെ സ്റ്റേ. ഇനിയിപ്പം നമ്മൾ തിരിച്ച് മൂന്നാറിലേക്ക് പോയിട്ട് അടുത്ത ടേൺ എടുത്ത് അടുത്ത ബ്രാഞ്ചിലേക്ക് അടുത്ത ഡീവിയേഷനിൽ പോകാനായിട്ട് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് ഇവിടെ വട്ടവട ഫുള്ള് ഇന്നത്തെ ദിവസം കറങ്ങാൻ തീരുമാനിച്ചു. അപ്പം നേരെ നമുക്ക് വട്ടവടയിലെ എല്ലാ കാഴ്ചകളും കാണണം. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ജീപ്പ് ബോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജീപ്പിലുള്ള ഞാൻ ആദ്യമായിട്ടാണ് ട്രക്കിങ്ങിന് ജീപ്പിൽ കയറുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് കുറേ അധികം കാഴ്ചകളുണ്ട്, ഗുഹയുണ്ട്, നല്ല വാട്ടർഫോളും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമുക്ക് എൻജോയ് ചെയ്ത് അതിൻ്റെ ഫർദർ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജീപ്പ്. നമുക്കിന്ന് ട്രക്കിങ്ങിന് പോകുന്ന ജീപ്പാണ്. സോ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, ഫ്രണ്ടിൽ നടുക്കിയിരിക്കണോ അതോ പുറകിലിരിക്കണോ. എന്നാലും കുറച്ച് നേരം പുറകിലിരുന്നിട്ട് നമുക്ക് നടുക്കിക്കും. അപ്പോൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വട്ടവട വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഹോം സ്റ്റേ പ്ലേസസ് അവൈലബിൾ ആണ്. രാവിലെ തന്നെ കുറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങള് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് നമ്മൾ ട്രക്കിങ്ങിൽ ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ചെറിയ സ്ട്രോബെറി ഫാമും, സ്ട്രോബെറി മാത്രമല്ല ക്യാബേജ്, ക്യാരറ്റ്, അങ്ങനെ വിവിധ തരം വെജിറ്റബിൾസ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ നമ്മൾ ഗൈഡ് ചെയ്ത് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. മുരുകൻ എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടൻ്റെ സ്ഥലം ഇവിടെ തന്നെയാ? ഇവിടെ പണ്ടോട്ടെ ഇവിടെയാണല്ലേ? അടിപൊളി കേട്ടോ. ചെറിയ മഞ്ഞിങ്ങനെ കയറി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ വന്ന ടൈമും കൊള്ളാം, സൂപ്പറാ. ഇത് ബീട്രൂട്ട് അല്ലേ? ഇത് നോക്കി, സൺഫ്ലവർ. മമ്മി പൗരിയോ? ഇത് ഞാന് യാദൃശ്ചികമായി കണ്ടതാ. ഇതിന്റെ പൂ, ഈ കളറിലുള്ള പൂവുണ്ടോ? ഇത് ഒരു ഓറഞ്ച് ഷെയ്ഡിലല്ലേ ഈ പൂ സാധാരണ? ഇവിടെ ഈ കളറുള്ളല്ലേ? ശരി. ഇവര് പറയുന്ന ഈ ചെടി, ഇതിന്റെ പേരെന്തായിരുന്നു? പക്ഷെ നമ്മളെ നാട്ടില് വേറെ ഏതോ ചെറിയൊരു പേര് വിളിക്കും. ഇവിടെ ഈ ഏതാ? അപ്പൊ ഇത് ഇവിടെ മാത്രമേ ഈ ഒരു ഷെയ്ഡിൽ ഈ പൂ അവൈലബിൾ ഉള്ളൂ. നമ്മൾക്ക് റെഡും ഓറഞ്ചും ഷെയ്ഡിൽ നമുക്ക് അപ്പോൾ ഉണ്ട്, യെല്ലോയും. പക്ഷെ ഈ ഒരു കളറ് ഇവിടെ മാത്രമേ ഉള്ളൂ. ക്യാബേജ് കേട്ടോ, ക്യാബേജ്. ക്യാരറ്റ് ഇവിടെ. ഓ അവിടെ ക്യാരറ്റ് ഉണ്ടല്ലോ. ഒരെണ്ണം ഒന്ന് പറിച്ച് കാണിക്കുവോ? ആയത് പറിച്ചാ മതി കേട്ടോ. ഇത് പറഞ്ഞ് കിടക്കുന്നുണ്ട് ഇവിടെ. ആഹാ, ശരി. മധുരം ഉണ്ടോ? ആഹാ, അതെ അല്ലേ? അവര് കഴുകിത്തരും. നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ്. ഫ്രഷ് ക്യാരറ്റ് ആണ്. അതെയോ? കളറുണ്ടോ? ഞാൻ ഒന്ന് പിടിച്ചു കളയട്ടെ. കുറച്ച് കടിച്ചു നോക്ക്. കാരണം ഞാൻ പണ്ട് ഞാൻ പോലെ ഒരു ക്യാരറ്റ് തോട്ടത്തിൽ പോയി ക്യാരറ്റ്
രസമുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എവിടെ അടിക്കുന്നോ അമ്മേ? നല്ല. നമുക്ക് സ്ട്രോബെറി തോട്ടം കാണാം. സ്ട്രോബെറി കാണാൻ ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കും. ഞാൻ സ്ട്രോബെറി കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. ബീൻസ് അവിടെ ഉണ്ട്, ഓരോ സെക്ഷൻ ആയിട്ട്. ഇവിടെ ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ്, ബീൻസ് ഒക്കെ ഓരോ സെക്ഷൻ ആയിട്ട് കൃഷി ചെയ്തേക്കുന്നത്. ഹായ്, നമ്മുടെ സ്ട്രോബെറി ഫാം. ലാസ്റ്റ് നമ്മുടെ സ്ട്രോബെറി ഫാം എത്തിയിട്ടുണ്ട്. ഇത് കാണാനാണ് ഞാനിങ്ങനെ വട്ടവട വന്നത് മെയിനായിട്ട് ഇത് ഉദ്ദേശിച്ച. ഇതിന് എന്തെങ്കിലും സ്പെഷ്യൽ വളം ഇട്ട് കൊടുക്കോ? ചാണകവെള്ളം മാത്രം മതി. സ്ട്രോബെറി ഒക്കെ ഷേപ്പ് ഒക്കെ പല തരത്തില്. ദേ ഇവിടെ നല്ല പഴുത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ആ കാണിക്കാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. മഴ വേണമെങ്കിൽ അപ്പുറത്ത് വലിയ തോട്ടമുണ്ട്. സ്ട്രോബെറി നല്ല പഴുത്തിരിക്കുന്ന സ്ട്രോബെറി. രാവിലെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു പുളിയും ചെറിയ മധുരവും ഒക്കെ കൂടെ മിക്സ് ആയിട്ട് ഒരു ടേസ്റ്റ്. നല്ല സോഫ്റ്റ്. കടിച്ചിങ്ങനെ കടിച്ച് ഇറങ്ങി പോകുന്ന അറിയുന്നില്ല. ഞാൻ ഇതിന്റെ ഇടയ്ക്കോട്ട് കയറട്ടെ. നീളത്തിലൊരു ഷീറ്റാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഓരോ ഹോൾ ഇട്ടിട്ടാണ് ഓരോ ചെടിയും അതിന്റെ ഇടയ്ക്ക് നിന്ന് പൊങ്ങി വരുന്നത്. ഇതിന്റെ ഇടയ്ക്ക് സ്ട്രോബെറിക്ക് ഓൾറെഡി ഒരു ഷേപ്പ് ഉണ്ടല്ലോ, പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ചെറുത് വേറെ വേറെ ഷേപ്പിലൊക്കെ WZ ഷേപ്പിലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ സ്ട്രോബെറി ഫാം കണ്ട്. ഇതെനിക്ക് ക്യാബേജ് പറിക്കാനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് അവർ പറഞ്ഞത് നേരെ ഇത് ചുവട്ടിലേക്ക് പിടിച്ചിട്ട് മുകളിലേക്ക് പൊക്കിയാൽ മതി. ഞാൻ പൊക്കി എവിടെ വരെ വരുമെന്ന് അറിയില്ല. തിരിക്കുക കറക്കുമല്ലോ വേണോ? ചുമ്മാ വലിച്ചാൽ മതി. ഇത് വേരോടെയാണോ പോരുന്നത്? ഞാനോർത്ത് അത് മാത്രമായിട്ട് അടന്നു പോരുന്ന വിചാരിച്ചു. ഇത് നമ്മൾ പറിക്കുമ്പോ വേരോടെ പോരും. എന്നിട്ട് നമ്മള് വെട്ടി അതിന്റെ കുറെ ലീഫൊക്കെ എക്സ്ട്രാ ലീഫ് ഉള്ളതെല്ലാം മാറ്റിയിട്ടാ എടുക്കുന്നത്. താങ്ക് യു. അയ്യോ, അവനതൊക്കെ പ്രാക്ടീസ് ഉള്ള. ഞാനോർത്ത് നേരെ താഴോട്ടോ വീണത്. ഈ ചെടിയില് ഇത് തന്നെ പല ഷെയ്ഡിൽ. ഇത് കുറച്ച് ലൈറ്റ് ഷെയ്ഡ്, ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് യങ്ങായിട്ട് തളിർത്തിരിക്കുന്ന വിടർന്ന് വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡായിരിക്കും. വിടർന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും കളർ കുറച്ച് ഭംഗി വരുന്നതാണെന്ന് തോന്നുന്നു. ഇത് ബ്ലാക്ക് ബെറി. ഞാൻ ഒന്ന് കടിച്ചു നോക്കട്ടെ. ഒരു പുളിയുണ്ട്. ജാം മുക്കിയാ കഴിക്കുന്ന കയ്യിലേക്ക് വെച്ചോ. ജാം മുക്കിയിട്ടാണ് ഈ ബ്ലാക്ക് ബെറി കഴിക്കുന്നത്. കൊള്ളാം മമ്മി. എന്നാ കഴിച്ചോ? ഇത് കൂട്ടി കഴിച്ചോ? കഴിച്ചോ നോക്ക്. എങ്ങനെയുണ്ട്? ഒരു പുളി. ഇപ്പൊ ഇതിന് ജാമിന്റെ മധുരം കൂടെ കയറി വരുന്നുണ്ട്. റാഡിഷ്. ഇത് റാഡിഷിന്റെ കൃഷി ഇവിടെ ഉണ്ട്. റാഡിഷ് വൈറ്റ് ആയിട്ടിരിക്കുന്നു. റാഡിഷിന്റെ തോട്ടം ഇതാണോ? ഇവിടെയാണ് റാഡിഷിന്റെ തോട്ടം. നല്ല വലുപ്പമുള്ള റാഡിഷാണ് കേട്ടോ.
ക്യാരറ്റും ബീട്രൂട്ട് തോട്ടങ്ങളൊക്കെ കണ്ട് നല്ല ഗുണ്ടും കുഴിയുള്ള വഴി കൂടെ ജീപ്പൊക്കെ ഓടിച്ച് കയറി വന്ന് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നല്ല അടിപൊളി സീനറി ഉള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ. നമ്മുടെ കുഞ്ചാക്കോ ബോബനും ജോജോ ഒക്കെ തകർത്താടിയ നായാട്ട് എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് ഇത്. ഈ പറയുന്ന വീടുകൾ അവിടെയൊക്കെ കാണുന്ന ഇത് ഈ ലെയർ ബൈ ലെയർ ഈ ഒരു ലൊക്കേഷൻ ഫുള്ള് സിനിമയിൽ വന്നിട്ടുണ്ട്. ബ്രഹ്മരം അതും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന താഴെ ഒരു പെട്ടി പോലെ ഒരു സാധനം തൂക്കി കിടക്കുന്നുണ്ടോ, അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ കുരങ്ങൻ കയറി വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു കയറോ അത് ഒരു കമ്പി ഇട്ടിട്ട് അത് വലിച്ചു കഴിഞ്ഞാൽ നല്ല സൗണ്ട് ഉണ്ടാക്കും. അപ്പം കുരങ്ങൻ ഓടിപ്പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സാധനം അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓൾറെഡി നല്ല മഞ്ഞ് കൂടെ ഇങ്ങനെ ആ അറ്റത്ത് ഇങ്ങനെ കയറി വന്നിരിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് ഇത്. അപ്പൊ ഇനി നേരെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇപ്പൊ നമ്മള് ഓഫ് റോഡ് ജീപ്പ് കുറെ അധികം കുണ്ടും കുഴിയൊക്കെ കയറി നമ്മളിപ്പോ ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ആ ചേട്ടൻ ഇപ്പൊ താഴേക്ക് പോയിട്ട് വഴി നല്ലതാണെന്നുണ്ടെങ്കിൽ വണ്ടി അടിച്ചിട്ട് നമ്മളെ കൊണ്ടുപോകും. അപ്പം ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഇപ്പം നമുക്ക് നല്ല കോടമഞ്ഞ് മൂടി കിടക്കുന്ന ഒന്നും കാണാനും പറ്റുന്നില്ല കേട്ടോ. ഇവിടെ താഴേക്ക് ആദിവാസി കോളനിയാണ്. അവര് വീട് വെച്ച് ഇവിടെ കൃഷി ചെയ്ത് ഇവിടെ താമസിക്കുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് മഞ്ഞില്ലായിരുന്നെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് ഭംഗിയായിട്ട് ഇവിടെ എല്ലാം കാണാമായിരുന്നു. ഇപ്പം വട്ടവട എന്ന് പറയുന്ന ഈ ഒരു വില്ലേജ് വളരെ ഭംഗിയാണ് കേട്ടോ. ആക്ച്വലി ഈ വില്ലേജ് കൃഷിക്ക് വളരെ ഫേമസ് ആണ്. മാർക്കറ്റ് ഓഫ് കേരള എന്നാണ് ആക്ച്വലി ഈ പറയുന്ന വില്ലേജിനെ വിളിക്കുന്നത്. കാരണം ഇവിടെ നല്ല രീതിയിൽ കൃഷിയും കാര്യങ്ങളും എല്ലാം ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ് എന്ന് വേണ്ട എല്ലാ വിഭവങ്ങളും നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ട് ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാർക്കറ്റ് എന്നാണ് വട്ടവട എന്ന് പറയുന്ന ഈ പറയുന്ന ഗ്രാമം അറിയപ്പെടുന്നത്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ കാണാനുള്ളത് ഒരു വെള്ളച്ചാട്ടം ഉണ്ട് താഴെ. അപ്പം നമ്മൾ വട്ടവടയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ മാറിയിട്ടുള്ള ചിലന്തിയാർ വാട്ടർഫോൾസിലേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് എത്താനാണെങ്കിൽ ഇവിടുന്ന് ഒരു വണ്ടി നിർത്തിയിട്ട് നമ്മൾ 1 കിലോമീറ്ററോളം താഴേക്ക് നടക്കാറുണ്ട്. നല്ല കാടിന്റെ ഇടയ്ക്ക് കൂടെ ഉള്ള ഒരു വഴി കൂടെ നമ്മൾ നടന്ന് താഴേക്ക് എത്തുമ്പോഴത്തേക്കാണ് വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു ഭംഗി നല്ല കറക്റ്റായിട്ട് കാണാൻ പറ്റും. നല്ല ഒരു തണുപ്പും എന്നാൽ അത്ര ഭയങ്കര സിവിയർ അല്ല, നമുക്ക് ഒരു സുഖമുള്ള ഒരു തണുപ്പൊക്കെ കൊണ്ട് കാടിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക രസം. ഇത് നമ്മൾ എത്താറായി കഴിഞ്ഞ് അധികം ഇല്ലായിരുന്നു കേട്ടോ, എന്നിട്ട് കുറച്ച് മാത്രമേ നടക്കാനുണ്ടായുള്ളൂ. വന്നപ്പോ തന്നെ കിളിയുടെ ഒച്ചയും നല്ല വെള്ളത്തിന്റെ ഒച്ചയൊക്കെ ആയിട്ടേ നല്ലൊരു ഭംഗിയുണ്ട്. ചിലന്തിയാർ വാട്ടർഫോൾസ്. അധികം ആരും ഇങ്ങോട്ടങ്ങ് വരല് കുറവാന്ന് തോന്നുന്നല്ലേ? എല്ലാവരും കണ്ടുപിടിച്ചെത്താൻ കുറച്ച് പാടുള്ള ഒരു ലൊക്കേഷനാണ്. നല്ല രസമുണ്ട് കേട്ടോ. അത്ര ഭയങ്കര ഒരു വെള്ളച്ചാട്ടം അല്ലെങ്കിൽ പോലും കല്ലുകളുടെ ഇടയ്ക്കൂടെ ഈ വെള്ളം വന്നിട്ട് താഴേക്ക് അങ്ങ് ഒഴുകി പോകുമ്പോൾ അതിന്റെ ഒരു സൗണ്ടും അതിന്റെ ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറൊക്കെ നല്ല രസമുണ്ട് നമുക്കിവിടെ എൻജോയ് ചെയ്യാനായിട്ട്. നമ്മള് ഈ വഴി ഇത് ക്രോസ് ചെയ്തിട്ട് മുകളിലേക്ക് കയറി പോകുമ്പോഴാണ് നമ്മുടെ ഗുഹ. നല്ല ഭംഗിയുണ്ട്. ചെറിയ കേവ് പോലെ ഇങ്ങോട്ടൊക്കെ കയറി കഴിഞ്ഞാല് നോക്കിയേ, ഇതൊരു കുഞ്ഞു ഗുഹയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരെ നല്ല രസമുണ്ട് ഇവിടെ. നമുക്ക് ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടി ചെറിയ ഒരു തടിയും കൊണ്ടിട്ട് അവര് ചെറിയൊരു കുഞ്ഞു പാലം പോലെ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അത് വളരെ സൂക്ഷിച്ച് വേണം ഇത് ക്രോസ് ചെയ്യാനായിട്ട്. തെന്നാണ്ടൊക്കെ നോക്കി. ഇനിയിപ്പോൾ കുറച്ചുകൂടെ മഴയൊക്കെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നല്ല റിസ്ക് ആയിരിക്കും. ഇപ്പം നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റിന്റെ സമയം ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് സൂക്ഷിച്ച് ക്രോസ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഉരുണ്ട തടി ആയതുകൊണ്ട് ഇടയ്ക്കേക്ക് തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് കിടക്കാം. ഇത് അങ്ങോട്ടെല്ലാം ചെള്ള നിറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. വെള്ളം കയറി ഇറങ്ങി കുറച്ച് ചെള്ളയായിട്ടുണ്ട്. അപ്പം
ചെളി ഇങ്ങനെ കയറി ഇറങ്ങിയിരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് തെന്നാനും അയ്യോ വീഴല്ലേ. ക്യാമറമാൻ ഇപ്പൊ ഇവിടെ തന്നെ വീഴും. നല്ല പൊക്കത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അടുത്തൊരു കേവ് ഉണ്ട്. നല്ല കിളികളുടെ ഒച്ചയും ആഹാ കാട്ടിക്കൂടെയുള്ള ട്രെക്കിങ് നല്ല രസമുണ്ട്. നിങ്ങൾ വട്ടവട വരുമ്പോഴത്തേക്ക് ഒരിക്കലും ആക്കരുതാത്ത ഒരു ലൊക്കേഷനാണ് കേട്ടോ അത്. നടന്ന് കയറി കുന്നും മലയൊക്കെ നടന്ന് കയറി പോകാനായിട്ട് ഒരു പ്രത്യേക രസമുണ്ട്. കേവ് എത്താറായിട്ടുണ്ടോ? കേവ് എത്താനായപ്പോഴത്തേക്കും കുറച്ചധികം കല്ലും കയറി എത്താനായിട്ട് കുറച്ച് അധികം പാടുണ്ട് കേട്ടോ. പക്ഷെ രസമുണ്ട് ഇതിലെല്ലാം കയറി ഇറങ്ങി മേള് വരെ എത്താൻ. നല്ല കുത്തനായിട്ടുള്ള കയറ്റാണ്. നമ്മൾ അണച്ചു പോകും ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്ക്. ഉരുളൻ കല്ലായതുകൊണ്ട് ചവിട്ടി ഉരുണ്ട് പോവാതിരിക്കാനായിട്ട് പ്രത്യേകം നോക്കണം, അല്ലെങ്കിൽ ഉരുണ്ട് താഴെ എത്തും. നമ്മുടെ കേവ് ഏതാണ്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെയാണ്. അവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ടോ ചേട്ടാ? കുവയ്ക്കകത്ത് കയറി ഇരിക്കുവോ? ഇല്ല, സേഫാണ്. ചിലന്തിയാർ വാട്ടർഫോൾസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ചിലന്തിയാർ കേവ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇത്. അവിടെ ഞങ്ങൾ കയറി വരുന്ന സമയത്ത് ഒരു ചേട്ടൻ പുറത്തിരിപ്പുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ ആണ് ഈ ഒരു പ്രോപ്പർട്ടി ഫുള്ള്. ലാസ്റ്റ് നമ്മുടെ ചിലന്തിയാർ ചിലന്തിയാർ കേവ് എത്തിയിരിക്കുകയാണ്. ആക്ച്വലി ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് പറയുന്നത്. കുറച്ച് സൂക്ഷിച്ചിറങ്ങണം കേട്ടോ. ഈ ഇലയും കൂടെ കയറി, ഇലയും വെള്ളം കയറി നനഞ്ഞ് അത് നമ്മൾ തെന്നി വീഴാനായിട്ട് നല്ല പോസിബിലിറ്റി ഉണ്ട്. ഈ ചിലന്തിയാർ വാട്ടർഫോൾസിന്റെ ഒച്ചയാണ് ഈ കേൾക്കുന്നത്. അയ്യവാ, ഓ ഇങ്ങോട്ട് കയറാൻ പറ്റുമോ? ഉള്ളിലേക്ക് കയറുവോ? ഭയങ്കര റിസ്ക് ആണോ? ഇത് മൊത്തത്തിൽ ഒന്ന് എടുത്തോ, മൊത്തത്തിൽ ഒന്ന് കാണിച്ചോ. വലിയൊരു ഗുഹയാണ് കേട്ടോ, വലിയൊരു ഗുഹയാണ്. അപ്പൊ ഇതിനകത്ത് കൂടെ ഒരു പാസേജ്. അപ്പോ ഇതിനുള്ളിൽ കൂടെ കടന്ന് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എത്താം. കുറച്ച് വീതി കുറഞ്ഞ ഒരു പാസേജ് ആണ്. കുനിഞ്ഞ് തലയൊക്കെ ഇടിക്കാണ്ട് നോക്കി നോക്കി വേണം പോവാന്. ഇതൊരു പാസേജ്. ഇങ്ങോട്ട് വേറെ വഴിയുണ്ടോ? ഇത് ഇവിടെ വരെ സ്റ്റോപ്പാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാം. അയ്യോ തല. ഇങ്ങോട്ട് അടിക്കുന്നല്ല. നല്ല അവിടെ അവിടെ കയറണല്ലേ. പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ കയറണം. ഓക്കെ. ഇത് കുറച്ചധികം റിസ്ക് ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ കാല് വെച്ച് അവിടെ കൈ കുത്തി വലിഞ്ഞു കയറണം. രസമുണ്ട്, നല്ല രസമുണ്ട്. പക്ഷെ കുറച്ച് റിസ്ക് ആണല്ലോ. എനിക്ക് ഫോണും കൂടെ പിടിക്കേണ്ടതുകൊണ്ട് കുറച്ചൊരു ഫോണൊന്ന് കാണിച്ചു തരേ. അയ്യോ ആഹാ, എനിക്ക് ഇവിടേക്കാ. ഞാനൊരു അയ്യോ
മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ഞാനേ കയറി ഇറങ്ങിയ ഒരു ഫീലിങ്. ഓ അയ്യോ തല. അയ്യോ രണ്ടിടത്തും പിടിച്ചു പിടിച്ച് കയറണേ. ആ ഇതാ എത്തി എത്തി എത്തി. ഫോണ് പിടിച്ചു തരണ്ടേ? നല്ല രസമുണ്ട് മമ്മി, നല്ല രസമുണ്ട്. കേറാം കേറാം കേറാം. ആ തല തല. ആ കൊള്ളാട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൂടെ കേറി ഇറങ്ങാൻ. സൂപ്പർ ആയിരുന്നു കേട്ടോ. ആ ഇത് കൊള്ളാം, സൂപ്പർ. ഒരു വലിഞ്ഞ ഒരു എന്താ പറയാ, ഒരു സാഹസികതമായി എവിടെയൊക്കെ അള്ളിപ്പിടിച്ച് കയറി വന്ന ഒരു ഫീലിംഗ്. ആ ചെറുത് തോതിൽ അവിടെ ഇവിടെയൊക്കെ ചെറുത് ചെളിയായിട്ടുണ്ട്. അപ്പോ ഈ കേവ്, ഇതൊരു ചെറിയ കേവിന്റെ ഇപ്പുറത്ത് കൂടെ ഒരു ചെറിയ വഴിയുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഉള്ളിക്കൂടെ കടന്നു വരാം, സെയിം പോയിന്റ് തന്നെ വന്നെത്തും. വലിയൊരു കേവാണ് കേട്ടോ. പാമ്പോ ചേമ്പോ കാര്യങ്ങളോ ഒന്നും ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് അള്ളി പിടിച്ച് കയറി പോരാം. ഇതാണ് കേവിന്റെ കുറച്ച് ഡിസ്റ്റന്റ് ആയിട്ടുള്ള വ്യൂ. നമുക്ക് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മൊത്തമായിട്ടുള്ള വ്യൂവില് ഈ ഒരു ഭംഗി നമുക്ക് കിട്ടത്തില്ല. ആക്ച്വലി നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ട് പുറകെ നമ്മൾ എടുക്കുമ്പോഴാണ് ഈ ഗുഹയ്ക്കകത്ത് കൂടെ ആണല്ലോ നമ്മൾ കയറി ഇറങ്ങിയത് എന്ന് മനസ്സിലാവുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. കുറേ അധികം വലിയ വലിയ പാറകൾ വന്ന് കൂടിയിട്ട് അകത്തൊരു ചെറിയ പാസേജ് ഉണ്ടായിട്ട് അതിനകത്ത് കൂടെ നമ്മൾ വലിഞ്ഞ് കയറി. ഇതെല്ലാം ഇവിടെ കാപ്പിത്തോട്ടവും കാപ്പിയൊക്കെ നിറയെ പൂത്ത് പഴുത്ത് പറിക്കാറായിട്ടുണ്ട്. കേവും വെള്ളച്ചാട്ടവും കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അധികം അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്ത അധികം ആൾക്കാർ, ടൂറിസ്റ്റുകൾ വരുന്നില്ലാത്ത ഒരു ലൊക്കേഷനാണ് ഇത്. അപ്പോൾ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇതേ പറ്റിയിട്ട് കുറച്ചധികം ഗ്രാഹ്യമുള്ളത്. അപ്പം നമ്മൾ ഇവിടുന്ന് ജീപ്പ് ട്രെക്കിങ്ങിന് നമ്മൾ വണ്ടി എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോവും. അങ്ങനെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ കേവും വാട്ടർഫോൾസും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ തന്നെ റിവേഴ്സ് അടിക്കുകയാണ്. ഈ കുണ്ടും കുഴി നിറഞ്ഞ വഴി കൂടെ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ ജീപ്പിലേക്ക് തിരിച്ച് നടക്കുകയാണ്. ഇനിയും നമുക്ക് വളരെ അധികം ലൊക്കേഷൻസും ഡെസ്റ്റിനേഷൻസും ഒക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പറഞ്ഞാൽ എനിക്ക് വീണ്ടും വീണ്ടും കാഴ്ചകൾ കണ്ടിട്ട് ആകെപ്പാടെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് നമ്മൾ ഇങ്ങോട്ട് കുറേ മരങ്ങൾ അടുക്കിയിരിക്കുന്നതിനകത്ത് കോട മഞ്ഞ് നിറഞ്ഞിട്ട് നല്ല രസത്തിൽ. ഇപ്പം ആക്ച്വലി ഞങ്ങളെയും ഒക്കെ ഫുള്ള് കവർ ചെയ്ത് കോടമഞ്ഞിരിക്കുകയായിരിക്കും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തൊട്ടടുത്തായതുകൊണ്ട് ഇവിടെയെല്ലാം കവർ ചെയ്തിരിക്കുന്നതാണല്ലോ. പക്ഷെ കുറച്ച് അങ്ങോട്ട് മാറി നമ്മൾ ഒന്ന് കണ്ണത്തെ ദൂരത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഫുള്ള് എന്താ പറയുക, വെള്ളം മെത്ത വരിച്ചതുപോലെ ഇങ്ങനെ മഞ്ഞ് മൂടിങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഇതിലെ കൂടെ നടന്നു പോകുമ്പോഴത്തേക്കും ചിലന്തിയ വാട്ടർഫോൾസ് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോവാണ്. അയ്യോ കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. അവിടെ ഇവിടെയൊക്കെ പിടിച്ച് ഇങ്ങനെ അത്ര ഭയങ്കര അഡ്വഞ്ചറസ് ആണെന്നൊന്നും പറയാനില്ല, നല്ല രസമുണ്ട് ഇതേ കൂടെ ഒക്കെ കയറി ഇറങ്ങി പോകാൻ. നല്ല കുത്തനെ കയറ്റമായതുകൊണ്ട് വഴിയിൽ വണ്ടി പകുതി വഴിക്ക് സ്റ്റക്കായി പോയിട്ടുണ്ട്. അതിനി വേറെ ജീപ്പിലേക്ക് കെട്ടിയിട്ട് വലിച്ചു കയറ്റുക. അപ്പോൾ ഇത് ഓൾറെഡി നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമായതുകൊണ്ട് ഇത് വണ്ടി തിരിച്ച് കയറാനായിട്ട് ഓൾറെഡി നല്ല ബുദ്ധിമുട്ടുണ്ട്. അവർ രണ്ട് വണ്ടി ഒന്നിച്ച് കയറിൽ കെട്ടിയിട്ട് ഒന്ന് വലിച്ച് മറ്റേതിൻ്റെ ആ ഒരു ഗ്രിപ്പ് കിട്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ടാണ്
അവരങ്ങനെ കയറ് കെട്ടി 2 വണ്ടി ഒന്നിച്ചാണ് മിക്കപ്പോഴും കയറ്റിക്കൊണ്ട് പോകുന്നത്. നേരത്തെ തന്നെ ഒരു വലിയ കല്ല് അവൾ അതിൻ്റെ പുറകിലേക്ക് വീലിൻ്റെ പുറകിലാക്കിയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഫ്രണ്ടിലെ ജീപ്പിൽ ഇത് കയറ് വെച്ച് കെട്ടിയിട്ട് അവർ താഴെ ജീപ്പ് കയറ്റിക്കൊണ്ട് വരിക. ഫ്രണ്ടിലെ വണ്ടിയിൽ നമ്മൾ കയറ് കെട്ടി നമ്മുടെ വണ്ടി കെട്ടി ഇട്ടിട്ടുണ്ട്. അപ്പം അതിൽ പുറകിലത്തെ വീലിൽ ഗ്രിപ്പ് കിട്ടാതെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, വീല് കിട്ടാതെ കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് നടന്ന് കയറിപ്പോൾ ഇത് സ്ഥിരമാണ് ഇവിടെ. നമുക്ക് ഇത് നല്ല കുത്തനെയുള്ള കയറ്റം ഇറങ്ങി പോകുന്നതിന് വലിയ കുഴപ്പമില്ല, അത് സ്ലിപ്പറി ആയിട്ട് അങ്ങ് പോകുന്നോളും. പക്ഷെ കയറി പോകുന്ന സമയത്ത് വീലിൽ അത്ര ഒരു ഗ്രിപ്പ് കിട്ടത്തില്ല. ഓൾറെഡി ചെളി പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് വീലിൽ മൊത്തം ഫുള്ള് ചെളി കവർ ചെയ്ത് എല്ലാ ഇതിലേക്ക് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് ഓൾറെഡി നിലത്ത് മൊത്തം ചെളി പിടിച്ചിട്ട് പശപ്പായിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ വീലിലും ഫുള്ള് ചെള്ളയായിട്ട് അതുകൊണ്ട് അതിൽ ഗ്രിപ്പ് കിട്ടാണ്ട് അതങ്ങ് കയറി പോകാനും പാടുവിട്ടു. ഇപ്പം ഇത് മുകളിൽ എത്തിയിട്ടുണ്ട്, നമ്മുടെ വണ്ടി മുകളിലിട്ട് നമ്മൾ ഒപ്പം പുറകെ നടക്കുകയാണ്. ഇങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം ആ വണ്ടിയുടെ നിരപ്പായിട്ടുള്ള ഏതാണ്ട് നിരപ്പായിട്ടുള്ളടത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ശ്വാസം വിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഇത് ഫോൺ കാണാനേ നല്ല രസമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് കുറച്ചധികം ദൂരം പോകേണ്ടതുണ്ട്. ജീപ്പുകളൊക്കെ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നു. ട്രക്കിങ്ങിന് ജീപ്പ് എടുത്തു കഴിഞ്ഞാലേ ഉള്ളൂ ഈ പറയുന്ന ലൊക്കേഷനിലേക്കൊക്കെ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ കാർ എടുത്ത് സ്വന്തമായിട്ട് പോരാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രം കണ്ടിട്ട് തിരിച്ചു പോകേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങോട്ട് വട്ടവട ഫുള്ള് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജീപ്പ് ബോർഡ് ചെയ്യണം. എന്നിട്ട് ഈ പറയുന്ന നമ്മുടെ ചിലന്തിയാർ വാട്ടർഫോൾസും ചിലന്തിയാർ കേവും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ വേണം തിരിച്ചു പോകാനായിട്ട്. ഭയങ്കര കുഴി നല്ല വഴിയാണ് കേട്ടോ. കുലുങ്ങി മനുഷ്യന്റെ ഇഷ്ടമായിട്ട് തീരും. ഞാനിപ്പോ കുലുങ്ങി 2-3 ഇടി ഇടിച്ച് ഈ തലക്ക് കമ്പിക്കിട്ട് അങ്ങനെ. പക്ഷേ രസമുണ്ട് കേട്ടോ, ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ട്രെക്കിംഗ് ഒരുപാട് ചെയ്തിട്ടുള്ളവർ കുറെ ഉണ്ടായിരിക്കും, പക്ഷെ ഇതെനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഞങ്ങളുടെ വണ്ടി ഇടയ്ക്ക് സ്റ്റക്കായി കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് കുന്ന് കയറി ഇറങ്ങേണ്ട വന്നു, നടന്ന് കയറി. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതിന്നും ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഭയങ്കര കല്ലുമാണ്. നമ്മൾ മൊത്തത്തിൽ അറിയും. ഒരു സൈഡിൽ കൊക്ക, ഒരു സൈഡിൽ അതിൻ്റെ ബോർഡർ ലൈനിൽ കുറച്ച് മരങ്ങളുള്ളതുകൊണ്ട് പിന്നെ വലിയ കൊക്കയുടെ ആ ഒരു ഭീകരം നമ്മൾ കാണത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു റിസ്ക് നിറഞ്ഞ വഴി കൂടെ ചേട്ടൻ വണ്ടി ഓടിച്ച് നമ്മളിപ്പോൾ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് കുറച്ചധികം പോകാനുണ്ട് കേട്ടോ. എന്നെയാണെങ്കിലും നമുക്ക് ഇവിടെ എല്ലാം കണ്ടു തീരുമ്പോഴത്തേക്കും ഒരു 3 മണി കഴിയും. വട്ടവട ഫുള്ള് ഒരു ദിവസം ഫുള്ള് ഇരുന്ന് കാണാനുള്ളത് തന്നെ ഉണ്ട്. വട്ടവടയിൽ ഈ പറയുന്ന ട്രെക്കിംഗ് ആണ് ഏറ്റവും മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ വലിയൊരു ഇതുണ്ടെന്നാ പറഞ്ഞത്, സ്ട്രോബെറി തോട്ടം. അപ്പോൾ നമ്മൾ കണ്ടത് ചെറുതൊരെണ്ണമാണ്, മിനി വർഷം. ഇതിൻ്റെ വലിയൊരു തോട്ടം നമുക്കിനി ഫർദർ അങ്ങോട്ട് പോകുമ്പോൾ കാണാനുണ്ട്. വാവ്, നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിൽ വലിയ ടെറസ് ഫാമിങ്ങിന്റെ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ താഴേക്ക്. അവിടെയെല്ലാം ചെറിയ ചെറിയ ഹട്ടും, അവിടെയെല്ലാം ആൾക്കാർ ചെറിയ തോതിൽ ടെറസ് ഫാമിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ടെറസ് ഫാമിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ തട്ടായിട്ട് ഓരോ ഡിഫറെൻറ്റ് വെജിറ്റബിൾസ് ഓരോ സെക്ഷനിൽ വളർത്തുന്ന രീതിയിലുള്ളതാണ് ഈ ടെറസ് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പം വട്ടവടയിൽ ഏറ്റവും കൂടുതൽ ടെറസ് ഫാമിങ്ങിലൂടെ നമുക്ക് ഈ ക്യാബേജ്, ക്യാരറ്റ് എന്ന് വേണ്ട വിവിധ വെജിറ്റബിൾസ് ഇവിടെ വളർത്തുന്നുണ്ട്. ഈ കാണുന്ന ഇപ്പുറത്തെ സൈഡിലെ ഈ വലിയ പാറയുടെ ആ സൈഡിൽ കൂടെയാണ് നമ്മളിപ്പം ഇങ്ങോട്ട് വന്നത്. മറ്റേ ചിലന്തിയാർ വാട്ടർഫോൾസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ വന്നത് ആ വലിയ പാറയുടെ സൈഡിൽ കൂടെയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതിലെ കൂടെ ഇങ്ങോട്ട് വരുന്നത് പിന്നെ കാണാൻ. ഇപ്പൊ ഇവിടെ കാണുന്നത് ഒരു റിസോർട്ടാണ്. ആ റിസോർട്ടിൽ വന്ന് സ്റ്റേ ചെയ്യുന്നവരുണ്ട്. നല്ല
ഒരു കാടിന്റെ നടുക്കായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വന്ന് സ്റ്റേ ചെയ്ത് എൻജോയ് ചെയ്ത് പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ ഒരു ലൊക്കേഷനാണിത്. ഇവിടെ ഈ ഒരു കോടമഞ്ഞ് കയറി വരുന്ന ഒരു അറ്റ്മോസ്ഫിയർ, ഇപ്പൊ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്കറിയാം ആ കോടമഞ്ഞ് ഇങ്ങനെ മൂവ് ചെയ്ത് ഫുള്ള് കവർ ചെയ്ത് എങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ആ തോട്ടത്തിൽ കൂടെ എല്ലാം ഇങ്ങനെ ടെറസ് ഫാമിങ്ങിന്റെ മുകളിൽ കൂടെ ആ കോടമഞ്ഞ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ആക്ച്വലി വട്ടവട എന്ന് പറയുന്നത് വെജിറ്റബിൾ ക്യാപിറ്റൽ ഓഫ് കേരള എന്ന് മറ്റോ ആണ് വട്ടവടനെ വിശേഷിപ്പിക്കുന്നത്. കാരണം നല്ല രീതിയിൽ കൃഷിയും കാര്യങ്ങളെല്ലാം കൊണ്ട് നടക്കുന്ന ഒരു വില്ലേജാണ്. നമ്മൾ ഈ കാട്ടിക്കോടയും ഇതൊക്കെ ഈ ട്രെക്കിങ്ങിന്റെ സമയത്ത് ഭാഗ്യം ഉണ്ടെങ്കിൽ വല്ല ബൈസണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നത്. നമുക്ക് അങ്ങനെ ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ അവിടെ ഒരു പശുവുണ്ട്, പശു ഇരുന്ന് പുല്ല് തിന്നുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ നമ്മൾ എന്തൊരു ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന് അറിയോ? ഇതെന്താ നല്ലൊരു വ്യൂ. അവിടെ എല്ലാം വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ വെറും ഒരു ഉറുമ്പിന്റെ സൈസിലാണ് നമ്മൾ കാണുന്നത്. നല്ല രസമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ കാല് തെറ്റി വീണാ പിന്നെ തീർന്നു, നോക്കണ്ട, എല്ലാം പൊടിയൊക്കെ ആയിട്ട് പെറക്കിയെടുക്കാം. നല്ല രസമുണ്ട്. സാഹസികത ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് കൂടുതൽ സാഹസികതയിലേക്കൊന്നും പോകണ്ട. കാരണം വക്കൊക്കെ നമുക്ക് അത്ര സേഫ് അല്ല. നല്ലൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ. തണുത്ത കാറ്റിങ്ങനെ വന്ന് അടിച്ച് ഒരു കുളിര് കോരുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ എൻ്റെ പൊന്നേ കൊള്ളാം. വട്ടവട ഫാൻസ്, വട്ടവട ലവ്. ഇതാണ് വട്ടവട ബ്യൂട്ടി വ്യൂ പോയിന്റ്. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് തൊട്ടടുത്ത് തന്നെ ഒരു വീഡിയോ ബൂത്ത് ഉണ്ടായിരുന്നു. ഡ്രോൺ ഷോട്ട് വീഡിയോസൊക്കെ എടുത്തു തരുന്ന ഒരു ബൂത്ത് ഉണ്ടായിരുന്നു. അപ്പം 500 രൂപ എടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ഡ്രോണിൽ വീഡിയോസ് എടുത്തു തരും. ഏകദേശം ഒരു 4-5 സീൻ വീഡിയോസൊക്കെ അവർ എടുത്ത് തന്ന് നമുക്ക് അപ്പം തന്നെ എഡിറ്റ് ചെയ്യാത്ത വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഫോണിലേക്ക് അത് കേബിൾ വഴിയിട്ട് സെൻഡ് ചെയ്ത് തരും. അവർ അത് എഡിറ്റ് ചെയ്ത് ഏകദേശം ഒരു 1.5 മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഒരു ഈവനിങ്ങിന് വൈകുന്നേരത്തിനുള്ളിൽ നമുക്കത് ഫോണിൽ ഡോക്യുമെൻ്റ് ആയിട്ട് അയച്ചു തരാം. അപ്പോൾ നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് ഡ്രോണിലെടുത്ത് കിട്ടിയായിരുന്നു അവർ വഴിയായിട്ട്. 500 രൂപയ്ക്കുള്ളിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോസ് നമുക്കതിന് കിട്ടി. അപ്പം ഈ ഡ്രോൺ ഷോട്ടിലാണ് ശരിക്കും നമുക്ക് ഈ വട്ടവടയുടെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നത്. എത്ര വിശാലമായി കിടക്കുന്ന ഈ ഒരു മഞ്ഞ് ഏരിയയിൽ മഞ്ഞ് മൂടി ഇങ്ങനെ കയറി വരുന്നത് കാണാൻ എന്ത് ഭംഗിയല്ലേ. അപ്പോൾ അങ്ങനെ നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടി. അങ്ങനെ നമ്മൾ പിന്നീട് എഡിറ്റ് ചെയ്ത് അവർ തന്ന വീഡിയോ ഞങ്ങൾ ഇതിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തന്നെ നമ്മുടെ വട്ടവടയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അപ്പം വട്ടവട പാർട്ട് 2 നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പം പാർട്ട് 2 വീഡിയോയിൽ കൂടുതൽ നല്ല നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ഡോക്ടർ അന്നാസ് യാത്ര ഡയറീസ് ജസ്റ്റ് സൈനിങ് ഓഫ്. ബൈ ബൈ.